ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈ വില വർദ്ധിപ്പിക്കുന്നതിന് ന്യായമായിട്ട് പറയുന്നത് എന്താ? നമുക്ക് ആവശ്യമായിട്ട് ക്രൂഡ് ഓയിൽ മിക്കവാറും ഏതാണ്ട് 90% ഇറക്കുമതിയാണ്. ഈ ക്രൂഡ് ഓയിലിന് യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വില എത്രയാ? 60 മുതൽ $68 വരെ. അന്ന് എന്തായിരുന്നു? ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കുറക്കാൻ, ₹1 കുറക്കാൻ കേന്ദ്രം തയ്യാറായിട്ടുണ്ടോ? ആ കാലത്ത് എന്തെങ്കിലും ഒരു വാക്കുരിയാടാൻ കോൺഗ്രസിന് നട്ടലുണ്ടായിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് വിലക്കയറ്റത്തിന് ഉത്തരവാദി ആരാ? UDF-നെ സംബന്ധിച്ച് കേരളത്തിൽ LDF-ൻ്റെ ഗവൺമെൻറ് മാത്രമല്ലേ? ഒരവസരത്തിലെങ്കിലും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താൻ അവർ മുന്നോട്ടേക്ക് വന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ തന്നെ വില വർദ്ധിപ്പിച്ചപ്പോഴാണ്. ഇപ്പോൾ മെനഞ്ഞാന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. $120 നിന്ന് $97.6 കുറഞ്ഞ ദിവസമല്ലേ ഈ വില വർദ്ധിപ്പിച്ചത്? എന്ത് ന്യായീകരണ? അപ്പോൾ വില വർദ്ധിക്കുന്നതിന് ആധാരമായിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥിതി, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതുപോലെയുള്ള കാര്യങ്ങൾ അത് ഉണ്ടാക്കുന്നതിൽ മോഡിക്ക് എന്താ പങ്ക്? അമേരിക്കയുടെ കൂടെ ചേർന്ന് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത രൂപത്തിൽ അമേരിക്കയുടെ കൂടെ ചേർന്ന് പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കിയതാരാ? നരേന്ദ്രമോദി കൂടി ചേർന്നില്ലല്ലേ? എന്നിട്ട് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പേര് പറഞ്ഞ് വർദ്ധിപ്പിക്കുന്ന ഈ വില, നേരത്തെ വില കുറഞ്ഞ സമയത്ത് വില കുറയ്ക്കാൻ അവർ സന്നദ്ധമായിട്ടില്ലല്ലോ. ഇപ്പോഴാവട്ടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴല്ലേ ഈ വില കൂട്ടുന്നത്. ഇനി ഇതിനോടെടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് എപ്പോഴെങ്കിലും രാജ്യത്തിനകത്തുള്ള വിലക്കയറ്റത്തിന് ഏതെങ്കിലും നിലക്ക് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഒരു വാക്കുരിയാടാൻ ഈ കോൺഗ്രസിന് കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് LDF-നെ കുറ്റപ്പെടുത്തുക, അതിനുവേണ്ടി മാത്രമല്ലേ അവർ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ നിലക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ കോൺഗ്രസും BJP-യും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് വില നിശ്ചയിക്കാൻ അധികാരം സംബന്ധിച്ച് എന്തേ ഉണ്ടായിട്ടുമില്ല, അവർക്ക് പറയാൻ വേണ്ടി കഴിയണ്ടേ? പിന്നെ രാജ്യത്ത് രൂപയുടെ വില കണ്ടമാനം കുറയാണ്, അത് വിലക്കയറ്റത്തിന് കാരണമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുമ്പോൾ ഒരു ഡോളറിൻ്റെ വില എത്രയാ രൂപക്ക്? നിങ്ങൾ കാണാൻ കഴിയും ₹61. ഇന്നത്തെ വില എത്രയാ? 95.9, ₹96. ഈ രൂപയുടെ വില കുറയുന്നതിന് ആരാ കാരണം? അതിനെ സംബന്ധിച്ച് എന്തേ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, പിന്നിട്ട് പോയിട്ടുള്ള 10 വർഷക്കാലമായിട്ട് രാജ്യത്തിലെ രൂപയുടെ വില കണ്ടമാനം ഇടിച്ചു താഴുന്ന ഒരു നില വരുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ നട്ടൽ കാണിച്ച പാർട്ടിയാണോ ഈ കേരളത്തിലുള്ള കോൺഗ്രസ്? ഇവിടെ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പറയാനോ സമരം ചെയ്യാനോ അവരുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല.